അസ്സലാമു അലൈക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ചില തിരക്കുകൾ കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അബുദാബിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ഒരുപാട് പർച്ചേസിങ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടൗണിൽ പോവുകയാണ്. യാത്ര കുടുംബങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുടുംബങ്ങളോട് പറയാനുള്ള ഒരു ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോകുന്നതിന് തലേ ദിവസം എൻ്റെ ബ്രദറും കുട്ടികളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 25 kg ആണ് ലഗേജ് ഉള്ളത്. 7 kg ഹാൻഡ് ബാഗും ഉണ്ട്. അതിനനുസരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യണം. സത്യം പറഞ്ഞത് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ടൈം എടുത്തു. 106 kg ഞങ്ങൾക്ക് ടോട്ടൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. എന്നാലും വെയിറ്റ് കാരണം ഞങ്ങൾ കുറച്ച് അരിപ്പൊടിയൊക്കെ അവിടെ തന്നെ തിരിച്ചു വെച്ചു. പിന്നല്ലേ നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ എണ്ണ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. എന്നിട്ട് നല്ലപോലെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് റാപ്പ് ചെയ്യുക. അപ്പോൾ അത് എണ്ണ ലീക്കാവാതെ നമുക്ക് ഞങ്ങൾ എണ്ണയും നെയ്യൊക്കെ ഇതുപോലെയാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണ് അത് മെൽറ്റായത്. അതുകൊണ്ടൊന്നും ലീക്കാവാതെ കിട്ടി. ഞങ്ങൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ് കയറിയത്. എൻ്റെ ഫാമിലീനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവർ വന്നത് ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് കയറി. കുട്ടികളെയും കൊണ്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൽ കുറച്ച് ടോയ്സും അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും ഫുഡൊക്കെ കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ ഈ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൂത്തുമോൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മൾ കയ്യിൽ കൊടുത്തു. ക്രൂവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ക്യാപ്റ്റൻ്റെ കയ്യിൽ കൊടുത്ത് സൈൻ ചെയ്ത് വന്നു. അതുമാത്രമല്ല ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയും തന്നു. ഞങ്ങൾക്ക് കോക്പിറ്റിൻ്റെ ഉള്ളിൽ കയറാനുള്ളൊരു അവസരം കൂടിയും കിട്ടി. ഞങ്ങൾ എത്തിഹാദിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ സർവീസ് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി സർവീസായിരുന്നു. നല്ല ഫുഡും ആയിരുന്നു. നമ്മൾ അബുദാബിയിൽ ലാൻഡ് ചെയ്തു. നമ്മളെ കൊണ്ടുവരാൻ വന്നിരുന്നത് ഇക്കുവിൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ എൻ്റെ കസിൻ ബ്രദറും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി.
റൂമിലെത്തിയപ്പോൾ എന്താ വെച്ചാൽ ആകെ പരന്ന് കിടക്കുകയാണ്. അത് ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്യണം, എല്ലാം അറേഞ്ച് ചെയ്യണം. അതൊരു ടാസ്ക് ആയിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അന്ന് ഉറങ്ങിയത്. കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ചിന് പുറത്ത് പോയി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.